ഹായ് ഗൈസ്. സോ ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ ഓൾറെഡി അറേസ് ബൂളിയൻ ഒബ്ജക്റ്റ് നമ്പർ സ്ട്രിങ്സ് എല്ലാം ഓൾറെഡി ഗോത്രൂ ചെയ്തിരുന്നു. സോ ഇതൊക്കെ അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയ ഡാറ്റ ടൈപ്സ് ആണ്. പക്ഷേ ജാവാസ്ക്രിപ്റ്റിൽ ഇതിന് പുറമെ 3 കൂടി സ്പെഷ്യൽ വാല്യൂസ് ഉണ്ട്. സോ അതാണ് നമ്മളിന്ന് ഗോത്രൂ ചെയ്യാൻ വന്നത്. അതാണ് അൺഡിഫൈൻഡ് നൾ ആൻഡ് NaN, അതായത് നോട്ട് എ നമ്പർ. സോ ഇവയെല്ലാം കുറച്ച് പ്രത്യേകമുള്ള വാല്യൂസാണ്. ഡാറ്റ ഇല്ലാത്ത സ്ഥിതികളിൽ അല്ലെങ്കിൽ ഇൻവാലിഡ് കാൽക്കുലേഷൻസ് ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നവയാണ് ഇതെല്ലാം. സോ നമുക്ക് ചെക്ക് ചെയ്യാം 1 by 1 ആയിട്ട് എന്താണ് അൺഡിഫൈൻഡ്, എന്താണ് നൾ, എന്താണ് NaN എന്നുള്ളത്. സോ ആദ്യം നമുക്ക് ചെക്ക് ചെയ്യാം അൺഡിഫൈൻഡ് എന്താണെന്നുള്ളത്. ഓക്കെ, സോ ആദ്യത്തെ അൺഡിഫൈൻഡ് ആണ് ഞാൻ പറഞ്ഞിരുന്നു. ഇത് ബേസിക്കലി ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് വാല്യൂ അസൈൻ ചെയ്യാത്തപ്പോൾ കിട്ടുന്ന ഡീഫോൾട്ട് വാല്യൂ ആണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്താ ഉദ്ദേശം എന്നുള്ളത്. ഇപ്പം ഞാനിവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം, ലെറ്റ് യൂസർ നെയിം എന്നും പറഞ്ഞിട്ട്, എന്നിട്ട് കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് യൂസർ നെയിം എന്നിട്ട് എൻ്റർ അടിക്കുക. സോ ഇവിടെ അൺഡിഫൈൻഡ് ആണ് നമുക്ക് വരുന്നത് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ. സോ യൂസർ നെയിം എന്ന് വേരിയബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ അതിന് വാല്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് കൺസോളിൽ നമുക്ക് എന്താ വെച്ചാൽ അൺഡിഫൈൻഡ് ആണ് ഇവിടെ പ്രിൻറ്റ് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, പക്ഷേ വാല്യൂസ് കൊടുക്കാത്തത് കൊണ്ട് ജാവാസ്ക്രിപ്റ്റ് അതിനെ ഓട്ടോമാറ്റിക്കായിട്ട് അൺഡിഫൈൻഡ് ആണ് അസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ മാനുവലി നമുക്ക് അൺഡിഫൈൻഡ് അസൈൻ ചെയ്യാൻ പാടില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂസർ നെയിം ഈക്വൽ ടു അൺഡിഫൈൻഡ് എന്നും പറഞ്ഞിങ്ങനെ സെറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ഇത് ടെക്നിക്കലി വർക്ക് ചെയ്യും, ബട്ട് റെക്കമെൻഡഡ് അല്ല. ഓക്കെ, അതാണ് നമ്മൾ നല്ല പ്രാക്ടീസ് അല്ല. ആക്ച്വലി ടെക്നിക്കലി വർക്ക് ചെയ്യണമെങ്കിൽ നല്ല പ്രാക്ടീസ് അല്ലത്. കാരണം അൺഡിഫൈൻഡ് ജാവാസ്ക്രിപ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കുന്ന വാല്യൂസ് ആണ്, മാനുവലി നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കാൻ പാടില്ല അതിന്. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യാൻ പോകുന്നത് അടുത്തത് നള്ളാണ്. എന്താണ് നള്ളുള്ളത്? ഇപ്പോൾ ഇത് അൺഡിഫൈൻഡ് പോലെ തന്നെയാണ്, നോ ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യാനാണ്. പക്ഷേ ഇത് ഡീഫോൾട്ടായി ജാവാസ്ക്രിപ്റ്റ് കൊടുക്കുന്ന വാല്യൂ അല്ല, നമുക്കാണ് അസൈൻ ചെയ്യേണ്ടത്. ഇപ്പം ഞാനിവിടെ നമ്മുടെ എക്സാമ്പിൾ തന്നെ എടുക്കാം. യൂസർ നെയിം ഈക്വൽ ടു ABC എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ യൂസർ നെയിം ABC ഉണ്ട്. എനിക്ക് ഞാനൊരു വാല്യൂ റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ വെച്ചാൽ യൂസർ നെയിം ഈക്വൽ ടു നള്ള് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ യൂസർ നെയിമിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ നള്ളാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ ആദ്യം ഞാൻ ABC എന്ന വാല്യൂ കൊടുത്തു, പിന്നെ റീസെറ്റ് ചെയ്യാനായിട്ട് നൾ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് വേരിയബിൾ ക്ലിയർ ചെയ്യാനോ അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യാനോ ആണ് നമ്മൾ ആക്ച്വലി നൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ചെറിയ ഡിഫറൻസ് ഉണ്ട് അൺഡിഫൈൻഡ് നള്ളും തമ്മിൽ. അൺഡിഫൈൻഡ് നൾ രണ്ടും ഡാറ്റ ഇല്ലാതെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നെങ്കിലും പക്ഷേ എൻറ്റയർലി ഈക്വൽ അല്ല. ഇവർ രണ്ടും തമ്മിൽ എൻറ്റയർലി ഈക്വൽ അല്ല. അൺഡിഫൈൻഡ് തന്നെ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ബട്ട് നോട്ട് ഇനീഷ്യലൈസ്ഡ് ആണ്. നൾ എന്ന് പറഞ്ഞാൽ വേരിയബിൾ മാനുവലി ക്ലിയർഡ് ഓർ റീസെറ്റ് ആണ്. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് ഇവ തമ്മിലും ചിലപ്പോൾ കമ്പാരിസൺ ചെക്കിലും ഒക്കെ കണ്ടീഷനിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ കൺസെപ്ച്വലി രണ്ടും വ്യത്യാസമാണ്, നള്ളും അൺഡിഫൈൻഡും തമ്മിൽ. ഓക്കെ, ഇനി ഞാൻ NaN ആണ് നമുക്ക് ഗോത്രൂ ചെയ്യാൻ വന്നത്. NaN എന്താണെന്നുള്ളത്. ഓക്കെ, ഇത് അൺഡിഫൈൻഡ് അല്ല, നള്ളും അല്ല, പക്ഷേ കാൽക്കുലേഷൻ റിസൾട്ടാണ് ആക്ച്വലി NaN എന്ന് പറഞ്ഞത്. ഇത് ഇൻവാലിഡ് ആയപ്പോൾ ജാവാസ്ക്രിപ്റ്റ് NaN റിട്ടേൺ ചെയ്യുന്നതാണ്. നമ്മുടെ കാൽക്കുലേഷൻസ് ഒക്കെ ഇൻവാലിഡ് ആണെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് റിട്ടേൺ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാനിത് ക്ലിയർ ചെയ്യാം. എന്നിട്ട് ഞാൻ 3 × A സ്ട്രിങ് A കൊടുത്തു. എന്നിട്ട് ഞാനിത് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് NaN കിട്ടി. 3 × A ഞാൻ കൊടുത്തു, സ്ട്രിങ് A കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ NaN നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇവിടെ 3നെ ഞാൻ A എന്ന സ്ട്രിങ്ങിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ജാവാസ്ക്രിപ്റ്റ് മനസ്സിലാകുന്നില്ല എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് അത് എന്ന് വെച്ചാൽ NaN ഔട്ട്പുട്ട് തരും. എന്ന് വെച്ചാൽ നോട്ട് എ നമ്പർ. NaN ടെക്നിക്കലി നമ്പർ ടൈപ്പ് ആണെങ്കിലും അതിൻ്റെ വാല്യൂ ഒരു വാലിഡ് നമ്പർ അല്ല. അത് ബേസിക്കലി എറർ കോഡ് പോലെ വർക്ക് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഒരു ഇൻവാലിഡ് മാത്ത് ഓപ്പറേഷൻ റെപ്രസെൻറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. ഓക്കെ, നിങ്ങൾ NaN കാൽക്കുലേഷൻ വീണ്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് വീണ്ടും NaN തന്നെയായിരിക്കും. ഒരു എക്സാമ്പിൾ ഞങ്ങൾക്ക് 3 × NaN എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചും അതും NaN തന്നെ കിട്ടുള്ളൂ. അതായത് NaN വൺസ് കിട്ടിയാൽ ആ വാല്യൂ ഉപയോഗിച്ചാൽ റിസൾട്ട് വീണ്ടും ഇൻവാലിഡ് തന്നെയായിരിക്കും. ഒരു എക്സാമ്പിൾ നമുക്കൊരു കാൽക്കുലേറ്റർ ഇവിടെ ഉണ്ടെന്ന് പറയാം. നമ്മൾ ഓൾറെഡി എഴുതി വെച്ചാൽ നമ്മുടെ കാൽക്കുലേറ്റർ ഉണ്ട്. യൂസർ ഇൻപുട്ട് ചെയ്യുമ്പോൾ അവർ നമ്പർ അല്ലാതെ ടെക്സ്റ്റ് കൊടുക്കുന്ന സ്ഥിതി ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് കാൽക്കുലേഷൻ ട്രൈ ചെയ്യും, അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, പെർഫോം ചെയ്യാനായിട്ട്, ഓപ്പറേഷൻ പെർഫോം ചെയ്യാനായിട്ട്. ഓക്കെ,
അങ്ങനെ ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്പർ അല്ലാന്നുണ്ടെങ്കിൽ ഇൻവാലിഡ് ആകും, റിസൾട്ട് NaN നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിന്ന് 3 സ്പെഷ്യൽ വാല്യൂസ് ഗോത്രൂ ചെയ്തു. NaN, അൺഡിഫൈൻഡ് ആൻഡ് നൾ, 3 നമ്മൾ ഗോത്രൂ ചെയ്തിരുന്നു. ഓക്കെ, സോ നമ്മൾ ഒരു വാല്യൂ മീനിങ് ഡിഫോൾട്ട് ടൈപ്പ് അൺഡിഫൈൻഡ് ആണെങ്കിൽ നമ്മൾ അൺഡിഫൈൻഡ് ആണെങ്കിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ബട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലായിരുന്നു. അപ്പോൾ അത് അൺഡിഫൈൻഡ് ആണ്. നൾ എന്ന് പറഞ്ഞാൽ മാനുവലി ക്ലിയർഡ് അല്ലെങ്കിൽ റീസെറ്റ് വേരിയബിൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ടൈപ്പ് അൺഡിഫൈൻഡ് ടൈപ്പ് അൺഡിഫൈൻഡ് തന്നെയാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്പ് അൺഡിഫൈൻഡ് തന്നെയാണ് വരിക. നള്ളിൻ്റെ ടൈപ്പ് ആണെങ്കിൽ അത് ഒബ്ജക്റ്റാണ് ടൈപ്പ് വരിക. NA എന്ന് പറഞ്ഞാൽ ഇൻവാലിഡ് മാത്തമാറ്റിക്കൽ റിസൾട്ട് നമ്മൾ NaN കിട്ടും നമുക്ക്, നോട്ട് നമ്പർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ബേസിക്കലി ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ട്, അൺഡിഫൈൻഡ് ടൈപ്പ് അൺഡിഫൈൻഡ് തന്നെയാണ്, ബട്ട് നള്ളിൻ്റെ ടൈപ്പ് പറയുകയാണെങ്കിൽ അത് ഒബ്ജക്റ്റ് ആണെന്നുള്ളത്. ടൈപ്പ് എന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ ഗോത്രൂ ചെയ്യുന്നതാണ്. ടൈപ്പ് ഓഫ് ഒക്കെ വെച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റും, അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഗോത്രൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ ടോപ്പിക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അൺഡിഫൈൻഡ്, ഡിക്ലെയർഡ് ബട്ട് നോട്ട് സെറ്റ്, നൾ, മാനുവൽ ക്ലിയർഡ് വാല്യൂ, NA എന്ന് പറഞ്ഞാൽ ഇൻവാലിഡ് കാൽക്കുലേഷൻ റിസൾട്ട്. ഇവ ജാവാസ്ക്രിപ്റ്റ് വളരെ പ്രധാനപ്പെട്ടാണ്, കാരണം കണ്ടീഷൻസ്, ചെക്സ്, കമ്പാരിസൺസ് എല്ലാം ഇതിലൂടെയാണ് ലേറ്റർ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ പ്രാക്ടീസ് ദിസ് ഇൻ ദി കൺസോൾ ആൻഡ് ഹാപ്പി കോഡിംഗ് ഫ്രണ്ട്സ്. ബൈ.